ചെന്നൈയിലെത്തി വിജയനെ കണ്ടു അല്ലേ? കണ്ടു വീട്ടിലേക്ക് വരുന്ന വഴിയായിരിക്കും. യെസ്. വീട്ടിലാരെങ്കിലും ഉണ്ടോ? എല്ലാരും ഉണ്ട്. എല്ലാരും കാത്തിരിക്കാവോ? നമ്മള് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം പോലും ഇല്ലായിരുന്നു. നമ്മൾ ഓരോ അടി മുന്നോട്ട് വെക്കുന്നവർ നമുക്ക് സപ്പോർട്ട് കൂടുതലാണ്. എന്നാലും നെഗറ്റീവ് കമൻറ്റും അതുപോലെ നെഗറ്റീവുള്ള ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ പോസിറ്റീവായിട്ട് 100 എണ്ണം പറഞ്ഞാലും ഒരു നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിപ്പോവും. അതിൻ്റെ കൂടെ നമ്മുടെ വിഷമങ്ങൾ, യാത്രയിലെ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ സഹിച്ചിട്ടാണ് പോകുന്നത്. അവിടെ പോയി നമ്മുടെ ബുസ്യാനന്ദ സാറ് അവിടുത്തെ മിനിസ്റ്റർ ഏറ്റവും വലിയ, അപ്പോൾ അദ്ദേഹം മുഖേനയാണ് നമുക്ക് അപ്പോയിൻമെൻറ്റോ ഇല്ലെങ്കിൽ ഒരു ഡേറ്റോ എന്തെങ്കിലും ഒന്ന് നമുക്ക് സാറുമായിട്ട് ലിങ്ക് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്തിട്ടും കാര്യമില്ല. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു, നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ ആദരവും ഒക്കെ തന്നു. പക്ഷേ എനിക്ക് വേണ്ടത് അണ്ണൻ്റെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ സമയം വേണം. അതിന് നമ്മളോട് അണ്ണനോട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാതെ എന്തായാലും അത് പോകത്തില്ലെന്നുള്ള കാര്യം എനിക്ക് പിന്നീട് മനസ്സിലായി. ഭയങ്കര സങ്കടമായി. പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അന്നത്തെ ദിവസം ഞാൻ മൊത്തത്തിൽ ഡള്ളായിപ്പോയി കരഞ്ഞതിൻ്റെ. അത് വെറും 30 സെക്കൻഡ് വീഡിയോ ആണത്. അത് എൻ്റെ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണത് മൊത്തത്തിലത്. അത്രത്തോളം സങ്കടം എനിക്ക് ഉണ്ടായിപ്പോയി. അത് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിനെ കണ്ട് മീറ്റ് ചെയ്ത് പുറത്തിറങ്ങി വേറൊരാളെ കണ്ടുകഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങൾക്ക് എന്തായാലും ജീവിതകാലത്ത് അണ്ണൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകില്ലേ. അതിനുശേഷം 3 ദിവസം അണ്ണനെ കാണാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ആയിരുന്നു, നെട്ടോട്ടത്തിലായിരുന്നു. വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല, ഒരു വീഡിയോ പോലും. അത് എൻ്റെ സബ്സ്ക്രൈബായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. വീഡിയോ അവിടെ ഒത്തിരി പേര് ചോദിക്കുന്നു. പക്ഷേ എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ എങ്ങനെയും കാണാം, അണ്ണൻ്റെ കൂടെ ഒരു സ്പെൻഡ് ചെയ്യാൻ സമയം വേണം. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടും ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം നമ്മളിതുപോലെ വന്നതാണ്. അവിടെ പോലീസുകാർ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു 100 കിലോമീറ്റർ തൊട്ട് നമുക്ക് CIDs ആയിട്ടുള്ള പോലീസുകാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവർ മുകളിൽ നിന്നുള്ള ഓർഡർ മുഖേന നമ്മളെ സേഫായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും സപ്പോർട്ട് നമുക്ക് അണ്ണൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി നമ്മുടെ TVKയുടെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ നമുക്ക് ചെയ്തു തന്നെ കേട്ടോ. അത് ഹയറായിട്ടുള്ള ഓഫീസർ മുഖേന ഓർഡർ വീണിട്ടാണ് നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാ വിഷയവും നമ്മളെക്കുറിച്ച് അറിയാം. എന്നിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് അണ്ണനെ കാണാൻ പറ്റാതെ തിരിച്ച് പോകണമെന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കടം തോന്നും. അതിനുശേഷം ഞാൻ അണ്ണൻ്റെ ഓഫീസിൽ പോയി. നമ്മുടെ സെക്രട്ടറീനെ അണ്ണൻ നേരെ പോകുന്നത് ഓഫീസിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഒരു 2-3 മണിക്കൂർ അവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇതുപോലെ അവിടുത്തെ സാറന്മാരൊക്കെ തന്നെ പറഞ്ഞു, ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ കാണാനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റില്ല, അണ്ണൻ്റെ ഗ്ലാസ് മറ്റേ ക്ലോസ് ആയിരിക്കും. അപ്പോൾ അണ്ണൻ ഉള്ളിൽ നിന്ന് നമ്മളെ കാണാനൊരു ചാൻസ് ഉണ്ട്, ഒരു ഐ കോണ്ടാക്റ്റ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് പോയി നോക്കാം എന്നുള്ള രീതിയിൽ പോയതാണ്. ആദ്യം നമ്മളവിടെ ചെന്നപ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നിങ്ങളിവിടെ നിന്നാൽ മതി, അണ്ണൻ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ സമയം എടുക്കുന്നവരെ നമുക്ക് ടെൻഷൻ കൂടിക്കൂടി വരും, എന്താണ് ഈ സംഭവിക്കുന്നത്. നമ്മൾ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ മൊത്തം പോലീസുകാരാണ്, അല്ല തമിഴ്നാട് സ്റ്റേറ്റാണ്. അതായത് ഒരു സൈഡിൽ കൂടെ ചിരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവരെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാരണം അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സിറ്റുവേഷൻ അതാണ്. പക്ഷെ എന്നാലും ഞാൻ അവിടെ പോയിട്ട് കാണാൻ വരുമ്പോൾ തിരിച്ചു വരാൻ തോന്നുന്നില്ല, അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഏതൊരു സിറ്റുവേഷൻ പോലും മൊത്തത്തിൽ വേറെ രീതിയിലോട്ടാണല്ലോ കൊണ്ടുവരിക. അതായത് നാളെ ഞാൻ കാരണം ഇപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അണ്ണനെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും തോന്നുന്നില്ല. എന്നാലും അണ്ണനെ എങ്ങനെയും കാണുകയും വേണം. പോരാത്തതിന് എൻ്റെ കൂടെ വൈഫും ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകാനാണെങ്കിലും അവിടെ നിൽക്കാനാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വേണം. നമ്മളിവിടുന്ന് അവിടം വരെ പോകുന്നുള്ള എക്സ്പെൻസ് പോലും നമ്മുടെ കയ്യിൽ ഇല്ല, അതൊക്കെ തീർന്ന്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവിടെ പരിചയപ്പെടുന്ന ആൾക്കാരോട് കുറച്ച് നേരം ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർ നമുക്ക് ചെറിയൊരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ബലത്തിലും അതുപോലെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അവിടെ 1500-2000 രൂപ കൊടുക്കണം. ചെറിയ റൂമൊന്നും കിട്ടത്തില്ല. നമ്മുടെ മെറീന ബീച്ചിലാണ് സ്റ്റേ ചെയ്തത്. ഒരു ദിവസം പോലീസുകാർ തന്നെ പറഞ്ഞു, ഇവിടെ നിന്ന് കിടക്കാൻ പാടില്ല, നിങ്ങളിവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. ഒരു സിറ്റുവേഷൻ വരെ നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്താ നമുക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് വേറെ പല രീതിയിലും ആയിരിക്കും. അതിനുശേഷം
അതിനുശേഷം നമ്മുടെ ഓഫീസിൽ നിന്ന് ഞാൻ 7 മണിക്ക് അവിടെ പോയി. അണ്ണൻ അവിടുന്ന് 9:30-ക്ക്, അത് 9:30-ക്കാണ് 7:30-ക്കാണ് 8:30-ക്കാണ് 7:00. അപ്പോൾ നമ്മളൊരു 5 മണിക്ക് അവിടെ ചെന്നു. എന്നിട്ട് 7:30 വരെ അവിടെ നിന്ന് എങ്ങനെയും കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷേ സാറന്മാരൊക്കെ സപ്പോർട്ടായിരുന്നു. അവസാനം അണ്ണൻ വരും എന്നുള്ള സമയമാകുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് 10 പോലീസുകാർ ബ്ലോക്ക് ചെയ്തു ഞങ്ങളെ. അതായത് ബാക്കിയുള്ള 2 പേര് അവിടെ നിന്ന് കാണുന്നുണ്ട്, അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ 1 ഇഞ്ച് പോലും കാണാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. അതായത് നമ്മുടെ കൂടെ എല്ലാ സപ്പോർട്ടും നിങ്ങളോട് നിന്നാൽ മതി എന്ന് വരെ പറഞ്ഞിട്ട് അവസാനം നമ്മുടെ മുമ്പിൽ വന്ന് കാണാത്ത രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റും, അത്രത്തോളം സങ്കടമാണ്. ഞാൻ അവരോട് തന്നെ ചോദിച്ചു, ഇത്രയും ഇങ്ങനെ കാണിക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ പോലീസുകാരോട് ചോദിച്ചു. നമ്മൾ ചോദിക്കുമ്പോൾ അവരെന്ത് പ്രതികരിക്കുമെന്ന് പോലും ആലോചിക്കാനുള്ളൊരു ബോധം പോലും ആ സമയത്തില്ല. കാരണം അത്രത്തോളം നമുക്ക് സങ്കടം വരും. അത് വരുമെന്ന് കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ അവിടെ 9:30 വരെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അതിനുശേഷം പിന്നെ തിരിച്ച് മെറീന ബീച്ചിൽ പോയി അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അങ്ങനെ തലേ ദിവസം അണ്ണൻ്റെ വീട്ടിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പേര് ഇതുപോലെ കൈ കാണിക്കാനും അണ്ണൻ വന്നിട്ട് ഗ്ലാസ് തുറക്കുന്നൊരു അറിവ് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി കൂടെ നോക്കാം, ഇല്ല നമുക്ക് വേറെ വഴിയില്ലല്ലോ. നമ്മളെന്തായാലും ഇവിടം വരെ വന്ന് ഇനി തിരിച്ചു പോകണമെങ്കിൽ പോലും എല്ലാവരും കളിയാക്കും. അത് അതിനേക്കാട്ടും ഉപരി എനിക്ക് കാണണമല്ലോ. അപ്പോൾ പോയി നോക്കാമെന്നുള്ള രീതിയിൽ അവിടെയും പോയി. അപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബ്ലോക്ക് ആവും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇവിടെ ഇത്ര ആയെങ്കിൽ അവിടെ അതിനേക്കാളും ഡബിൾ ആവാനേ ചാൻസ് ഉള്ളൂ. അവിടെ ഞങ്ങളൊരു 7 മണിയായപ്പോൾ ചെന്ന് അവിടെ പോയിട്ടാണ് നമ്മൾ ചായ വരെ കുടിക്കുന്നത്. അത്രയും നമ്മൾ പെട്ടെന്ന് അവിടെ എത്താനുള്ള ശ്രമത്തിലാണ്. പോവോ ഇല്ല, നമുക്ക് എവിടെയാണ് സ്ഥലമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ഇതുപോലെ തന്നെ പോലീസുകാർ ഭയങ്കര സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ഇത് കൂടി വരികയാണ്. അതായത് സമയമാകുമ്പോൾ ഇവർ വരും എന്നുള്ള ഇതെനിക്ക് കൂടി വരികയാണ്. കാരണം അവർ അണ്ണനെ കാണുന്നെടുത്ത് നമ്മളെ ഇവിടെ നിന്നോളാൻ പറയും മറ്റും. ആ ഒരു സിറ്റുവേഷൻ എനിക്കറിയാം അതേ ഉണ്ടാവുമെന്നറിയാം. പക്ഷെ എന്നാലും എങ്ങനെയല്ല അണ്ണനൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ഉള്ള രീതിയിൽ ഞാൻ അവിടെ നിന്നു. അത് ടൈം ആകുന്നതോറും നമ്മളെ ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട് മാറ്റും. വേറെ ആരുമില്ല പോലീസുകാർ, ബാക്കി ആരെയും മാറ്റുന്നില്ല, നമ്മളെ അവിടെ നിന്ന് മാറ്റുന്നു. അങ്ങനെ മാറ്റി അവസാനം നമ്മുടെ ബാരിക്കാടിൻ്റെ ഉള്ളിലും കൊണ്ട് നമ്മളെ ഒളിപ്പിച്ച് വെച്ച പോലെ അവസ്ഥയല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിലൊരു ബോർഡുണ്ട്, ഈ ബോർഡ് വരെ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വെച്ച് കാണാതിരിക്കാൻ വേണ്ടി. അത് മാറ്റിയില്ലെങ്കിൽ നിന്നെ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു നിങ്ങൾ ബാഗ് എന്ത് വേണമെങ്കിലും കൊണ്ടുപോകുക, എന്നെ വേണമെങ്കിലും കൊണ്ടുപോകുക, ഈ ഒരു ബോർഡ് മാത്രമേ എനിക്ക് അതുപോലും തരത്തില്ല, അതുവരെ വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോകുന്നുള്ള സിറ്റുവേഷൻ വന്നു. കാരണം തലേ ദിവസം രാത്രിത്തെ സീൻ തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് സമയത്ത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ചെറിയ പോലീസൊന്നുമല്ല, 3 സ്റ്റാറുള്ള ഇത്ര ഹയറായിട്ടുള്ള ഓഫീസറാണ് നമ്മുടെ മുമ്പിൽ വന്ന് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത്രത്തോളം പ്രഷർ ഉണ്ടായിട്ടാണ്. അവരെ ഞാൻ കുറ്റം പറയുന്നതല്ല, അവർക്ക് ഇതുപോലെ മുകളിൽ നിന്നൊരു നമ്മളെ എന്താ ഏതാ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത്രയും നമ്മളിപ്പോൾ നേരത്തെ വരെ നമ്മുടെ അണ്ണമെന്ന് പറഞ്ഞാൽ തളപതിയാണ്, പക്ഷെ ഇപ്പോൾ CM ആണ്. എത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി കൂടിയാണ്. എന്നാൽ പോലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ കയറിയിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഇതാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ എൻ്റെ ആ ഒരു ഡ്രീം ഇതാവും. എല്ലാവരും ചോദിക്കും നിങ്ങളെന്തെങ്കിലും ആവശ്യത്തിന് പുറത്താണോ പോകുന്നത് ചോദിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഇനി ആവശ്യങ്ങൾ പറഞ്ഞാലേ നിങ്ങളിനി ഉള്ളിലോട്ട് വിടുകയുള്ളൂ. അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചു. പോലീസുകാരോട് പോലും ചോദിക്കേണ്ട വന്നു. അതായത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇനി ഉള്ളിലോട്ട് വരാം, അല്ലാതെ ഇനി അതേ മാർഗ്ഗം ഉള്ളെങ്കിൽ എനിക്ക് അങ്ങനെയെങ്കിലും കാണാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു സ്വപ്നം പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു കുട്ടിക്കളിയായിട്ടാണ് പോകുന്നത്. പക്ഷെ അത് ആ ഒരു സ്വപ്നം അവർ നേടിയെടുക്കുമ്പോൾ അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ അണ്ണൻ വന്ന് ഇങ്ങനെ വണ്ടി നിർത്തുമ്പോൾ ഞാനും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ മൊത്തം അതായത് എൻ്റെ മുമ്പിൽ പോലീസുകാരെ, എനിക്ക് അണ്ണനെ കാണാനുള്ളൊരു ഐ കോൺടാക്റ്റ് കിട്ടാനുള്ളൊരു സാധ്യത പോലും അവിടെ ഇല്ല. അതിനുശേഷം അതുപോലെ അവിടുത്തെ നമ്മുടെ ലേഡി ആയിട്ടുള്ള ഓഫീസർ വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നു. അതിന് ശേഷം ബോഡി ഗാർഡ് എന്നെ നോക്കുന്നു. അതായത് വണ്ടി നിൽക്കുന്ന ബോഡി ഗാർഡ് അവർ എന്നെ നോക്കും. അത് ഞാൻ കാണുന്നത് പോലും വീഡിയോ എടുത്തതിന് ശേഷമാണ്. നമ്മുടെ ക്യാമറയിൽ വീഡിയോയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇന്ന സംഭവങ്ങളൊക്കെ അവിടെ നടന്നെന്ന് ഞാൻ അറിയുന്നത്. അതായത് ഞങ്ങളിവിടെ വന്നിട്ടുള്ള കാര്യം ഏതോ ഒരാൾ അയാളോടാണ് എനിക്ക് എല്ലാം പറയാനുള്ളത്. എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ ഒരു വിഷയം അണ്ണൻ്റെ ചെവിയിലെത്തിയത്. ഒത്തിരി നന്ദി അറിയിക്കാനുള്ളത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ ചെയ്യും നമുക്ക് അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് നിർത്തി അണ്ണ കുറച്ച് നേരം അപ്പോഴത്തേക്കും
പോലീസ് മൊത്തത്തിൽ അലർട്ടായി. കാരണം അതുപോലൊരു സിറ്റുവേഷൻ അവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അണ്ണൻ ഇതുപോലെ നിർത്താറ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം തിരിച്ചു പോകുന്ന രീതിയിലുള്ള. ഞാനും ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഒരു ഇതിൽ എന്നെ ബ്ലോക്കാക്കും, എൻ്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചു. എൻ്റെ ഒരു പ്രതീക്ഷ മൊത്തത്തിൽ നഷ്ടപ്പെട്ട് എൻ്റെ പിടിവള്ളി മൊത്തം പോയി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് അണ്ണൻ ഡോറ് തുറന്ന് ഇറങ്ങി വരുന്നത്. അതും ഡോറ് തുറന്നിട്ട് വേറെ ആരെയല്ല നോക്കുന്നത്, നേരെ എന്നെയാണ് നോക്കുന്നത്. നമ്മുടെ ജീവൻ മൊത്തത്തിൽ ഇല്ലാണ്ടായി പോകുന്നൊരു സിറ്റുവേഷൻ. അത്രയും നേരം ഞാൻ അണ്ണനെ എങ്ങനെയും കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്ന നാക്ക് പോലും പുറത്തോട്ട് വരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഇനി ഇവർ പിടിച്ചു വെച്ചതിൻ്റെ പേരിലാണോ, അതോ ഇനി മുകളിലിരിക്കുന്നതിൻ്റെ തീരുമാനമാണോ, അതോ അണ്ണൻ ഇതുപോലെ മുമ്പിലോട്ട് ഇറങ്ങി വന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ആണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഉദ്ദേശിക്കത്തില്ലല്ലോ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ്. ഇത് ഞാൻ പോയിട്ട് അണ്ണനെ കണ്ട് ഇപ്പം ഞങ്ങളെ ഓഫീസിൽ പോയി 3 ദിവസം അവിടെ നിന്ന്. അതിൻ്റെ ഇടയിൽ നമ്മളിതുപോലെ വിളിച്ച് ഓഫീസിൽ കൊണ്ട് സംസാരിച്ചാൽ പോലും ഞങ്ങൾ രണ്ടുപേരെ കാണുന്നുള്ളൂ. ഒരു ഫോട്ടോ എടുത്താൽ പോലും അത് ഞങ്ങൾ രണ്ടുപേരും പേഴ്സണലായിട്ട് അവിടെ തീർന്നു. പക്ഷേ ലോകത്തിന് മുമ്പിൽ വലിയൊരു സർപ്രൈസ് ആയിട്ട് തന്നെ അണ്ണനെ ഇറങ്ങി വന്നു. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ പോലും അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് അതിനൊരു പ്രതിഫലം, അതും ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കാണിച്ചു തരത്തുള്ളൂ, അല്ലെങ്കിൽ തോന്നിക്കത്തുള്ളൂ. പക്ഷേ ഒരു ദൈവം തന്നെ നമ്മുടെ മുമ്പിലോട്ട് ഇറങ്ങി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലൊരു സിറ്റുവേഷൻ ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ അണ്ണനെ ഇനി മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്താൽ പോലും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു അണ്ണൻ തന്നൊരു ഈ ഒരു മൂമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, ഓക്കു അത്രത്തോളം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഓള് വരെ എൻ്റെ കൂടെ അവിടം വരെ വന്നത്. ഞാനവിടുത്തെ 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകുന്ന ഓർത്ത്. പക്ഷേ എൻ്റെ കൂടെ അവിടം വരെ വരുന്ന വഴിക്ക് മൊത്തം സങ്കടങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ആൾ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല. 650 കിലോമീറ്റർ നടന്നല്ലേ? 650. അതെ. അതായത് ഇവിടുന്ന് 40 ദിവസം എടുത്തു അവിടം വരെ എത്താൻ വേണ്ടി. അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് എത്താൻ വേണ്ടി. അതിനുശേഷം 3 ദിവസം നമ്മളവിടെ 4 ദിവസം 4 ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്യാൻ ഇപ്പം മറീന ബീച്ചിൽ നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ സാധനങ്ങളൊന്നും സേഫ് അല്ല. നമ്മൾ നേരിട്ടൊരു കാഴ്ച കാണുക തന്നെ ഉണ്ടായി. നീ എന്നെ പറഞ്ഞു. ഞങ്ങളവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോയപ്പോൾ തൊട്ടടുത്തുനിന്നൊരു അടുത്തുള്ളൊരു ചെക്കൻ്റെ ഫോണ് മോഷ്ടിക്കുന്നു. അത് നമ്മൾ നേരിട്ട് കാണും. അതെ അതെ. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എണീച്ചിട്ട് ഡേ എന്ന് വിളിച്ച് ചെറുക്കൻ പേടിച്ച്. എന്നിട്ട് അവൻ കുറച്ചു നേരം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഫോൺ അവിടെ തന്നെ വെച്ച് ഞാനായിട്ട് അവൻ്റെ മുമ്പിലോട്ട് വന്നു. അങ്ങനെ അവിടെ 2-3 പേര് കിടക്കുന്നുണ്ട്. അവരോട് നേരിട്ട് ഞാൻ ചെന്നില്ല, കാരണം നമുക്ക് അറിയാത്തൊരു സ്ഥലമാണ്. അവരുടെ കയ്യിൽ കത്തിയുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയത്തില്ല. കാരണം ഒരു കള്ളനാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ 2-3 പേരോട് ഞാൻ പറഞ്ഞു ഇന്നുപോലെ അയാളുടെ ഫോൺ എടുക്കുന്നുണ്ട്, ഞാൻ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവനവിടുന്ന് എണീച്ചിട്ട് പറഞ്ഞു എനിക്കറിയാവുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഫാമിലിയും ഉണ്ട്. നാളെ ഒരു ഇഷ്യൂ വന്നാൽ പോലും ഈ ഒരു വിഷയം പോലും അണ്ണനൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫോൺ വെച്ചതിൻ്റെ പേരിൽ ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതൊക്കെ പിന്നെ പാക്ക് ചെയ്തു. അത് സമയം 12:30 സമയം. എന്നിട്ട് അവിടുന്ന് പാക്ക് ചെയ്ത് നമ്മൾ തൊട്ടപ്പുറത്ത്, അതായത് ബീച്ചിൻ്റെ കുറേ ഭാഗങ്ങളുണ്ടല്ലോ, വലിയ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ അടിയിൽ പോയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇപ്പം നിങ്ങൾ പോയ സമയത്ത് പോലീസുകാരൊക്കെ ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി തടഞ്ഞു നേരി. ഇപ്പം അണ്ണൻ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ കാണുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. അല്ല, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അണ്ണൻ ചില്ല് താഴത്തേക്കാരോ, അപ്പം നമുക്ക് ഹായ് കാണിക്കുക, ഈ ബോർഡ് കാണിക്കുക എന്നുള്ളൊരിത്. അതായത് ബ്ലാക്കാണ് ഫുള്ളായിട്ട്. അപ്പം പറഞ്ഞു അതൊന്നും കിട്ടുമെന്ന് നമുക്കറിയില്ല, അവർ പിടിച്ച് വെക്കണോണ്ട് നമുക്കത് കിട്ടുമെന്ന് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും സാർ നമ്മൾ കാണും. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ബാക്കി ആരും അങ്ങനത്തെ ഒരു സാധനമായിട്ട് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഞങ്ങൾ വീഡിയോസ് എന്തെങ്കിലും ആണ് കണ്ടിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. സാധാരണ വിജയ് കാണുമ്പോൾ സാധാരണ ഫാൻസ് നിൽക്കുന്ന പോലെ ആ രീതിയിൽ നമ്മളെ ആക്കി വെച്ച്. പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും, അതായത് നമ്മുടെ സാറിൻ്റെ ഓഫീസിൽ ചെന്നാലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ചെന്നാലും അതുപോലെ ഇപ്പോൾ അണ്ണൻ്റെ വീട്ടിൽ ചെന്നാലും നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അവിടെയുള്ള ഒരു 4-5 ഹയർ ആയിട്ടുള്ള ഓഫീസർമാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് മാത്രമേ നമ്മളവിടെ നിർത്തുള്ളൂ. കാരണം ബാക്കിയുള്ളവരെ പോലെയല്ല, നമ്മുടെ വിഷയം എല്ലാവർക്കും അറിയാം.
അപ്പോൾ അവിടെ ചെന്നാൽ പോലും നമ്മുടെ എല്ലാം ചെക്ക് ചെയ്യും ഫുള്ള്. അവിടെ ഇപ്പോൾ റോട്ടിൽ വെച്ചാണ് നമ്മളെ കാണുന്നതെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. എന്നാലും നമുക്ക് ഒരു ഉപദ്രവം എന്ന് പറയുന്നത് അവരുടെ അടുത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ അവിടം വരെ ചെന്നിട്ട് പോലും ഒരു പോലീസുകാർ ഒരു മോശപ്പെട്ടൊരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ല. അവർ വന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. നമ്മൾ കാണുന്ന ഒരു അണ്ണൻ പോകുന്ന ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണത്തില്ല. അവര് താണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പോയതാ. അത് ശരി. പിന്നെ കാലിന് അങ്ങനെ പരിക്ക് ആ, പരിക്ക്. അവരൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. എന്നിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ കാണിക്കേണ്ട ആ വന്നിട്ടുണ്ട്. അവസ്ഥ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. അതായത് നമ്മൾ ഒരു ദിവസം നമ്മുടെ കാലും കൈയൊക്കെ ഈ ഉപ്പൂറ്റിയുടെ ഭാഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊമ്മള വന്ന് പൊട്ടും. ചൂടുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. മാക്സിമം നമ്മൾ അങ്ങോട്ട് എത്താനുള്ള ശ്രമത്തിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ എത്രത്തോളം വേദന ഉണ്ടെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ പോകുന്തോറും നമുക്ക് ശരീരവേദന, തലവേദന, ഓള് വരുന്നവയ്ക്ക് എത്ര പക്ഷേ ഒരു 100 അല്ല, ഒരു 150 മുകളിൽ ഛർദ്ദിച്ച് തല കറങ്ങി വീണിട്ടുണ്ട്. അപ്പോൾ പോലെ എൻ്റെ മനസ്സിൽ ഓള് തിരിച്ചു പോകും. ഞാൻ തന്നെ പറഞ്ഞു നീ തിരിച്ചു പോകും. അത് അത്രത്തോളം എനിക്ക് സങ്കടം. അത്രക്കും ഇഷ്ടമാണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ പോയതിന് കൂടെ. അതല്ലേ, അത് ഞാൻ ചോദിക്കാൻ നിൽക്കുന്നു. എന്തുകൊണ്ട് വിജയിന് ഇദ്ദേഹം എന്തായാലും കട്ട ഫാനാന്നുള്ളത് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാണ്ട്. പക്ഷെ കട്ടയ്ക്ക് നിങ്ങളും കൂടി ചേർന്ന് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടോ. എന്തിനെ നിങ്ങൾ പ്രതികൂലമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവ് ആക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ട് അല്ലേ. പിന്നെ കമന്റ് ബോക്സിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴോ കമന്റില് കൊറേ നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ കമന്റുകളും വരലുണ്ട്. നിങ്ങൾ എന്തോ ദൈവത്തിനെ കാണാൻ വേണ്ടിയാണോ പോകുന്നതെന്നെല്ലാം ചോദിച്ചിട്ട് ബാഡ് കമന്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും അത് മൈൻഡ് ആക്കലില്ല. നിങ്ങൾ ആ കമന്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പിന്നെയും പോയി. അതായത് ഒരു ബാഡ് കമൻറ്റ് കിട്ടിയാൽ തന്നെ നമ്മളത് ഡൗൺ ആവും. നമ്മൾ ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ പിന്നെ അത് നമ്മളെ എന്താ പറയുക, നമ്മുടെ മേത്ത് തട്ടുന്നില്ല. അതിനെക്കാട്ടും വലിയൊരു ഞാൻ നോക്കത്തില്ല. എനിക്ക് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഡയറക്റ്റ് കാണുന്ന കമൻറ്റ് തന്നെ ഇതായിരിക്കും നമുക്കറിയാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്നും കൂടെ എനിക്കൊരു സങ്കടം വരും. നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ ഏറ്റവും വലിയ വിഷമം വെച്ചാൽ ഓളെൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം അതിനെക്കാട്ടും വലിയൊരു വിഷമോ സങ്കടമോ ഒന്നും അല്ല ഈ വരുന്ന കമൻറ്റും കാര്യങ്ങളും. പിന്നെ പോരാത്തതിന് ഞങ്ങളുടെ ഒരു വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് ഒരാളില്ല. ഞാൻ പോകുന്ന വഴി മൊത്തം എൻ്റെ കയ്യിൽ ടാബും ഫോണും ഉണ്ടാവും. കാരണം ഇപ്പോൾ ആൾക്കാരോർക്കും ഞാൻ ഫോണിൽ കണ്ട് സിനിമ കണ്ട് പോകാമെന്ന്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എൻ്റെ കയ്യിലെ ടാബും വെച്ചാണ്. ടാബ് നല്ല രീതിയിൽ ചൂടായിട്ട് പലവട്ടം ഓഫായി പോയിട്ടുണ്ട്. എൻ്റെ ക്യാമറ പോലും അത് ഇങ്ങനെ ഓണാവും ഓഫാവും, ഓണാവും ഓഫാവും. ഞാനോർത്ത് തീർന്ന് ആ ഒരു സിറ്റുവേഷൻ വരെ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട വന്നതിൻ്റെ പുറത്ത് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തുന്നിടം വരെയുള്ള വീഡിയോ ഞാൻ അന്നത്തെ ദിവസത്തെ വീഡിയോ മാത്രമേ ഞാൻ ഇടാത്ത. അത് അണ്ണൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതായിരിക്കും എൻ്റെ ആ വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അതുവരെ ഇവിടുന്ന് ഞാൻ നടന്നു പോകുന്ന വഴിക്ക് മുഴുവനും ചെറിയ വ്ളോഗാണെങ്കിലും മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിലുള്ള ഇടാനാണ് ഓർത്തത്. പക്ഷെ പോകുന്ന വഴിക്ക് നമുക്ക് ആൾക്കാർ വരുന്നതും നമ്മുടെ ചെറിയ ചെറിയ മൂമെൻറ്റുകളാണെങ്കിലും അത് എടുക്കുമ്പോൾ അവസാനം അത് കളയാൻ തോന്നുന്നില്ല. അത് എടുത്ത് വെച്ച് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നമ്മൾ ഒപ്പിയെടുക്കുന്നത്. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള സിറ്റുവേഷൻ, മെയിനായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ, അത് രാവിലെ നമ്മൾ നടന്നു പോവല്ലേ. അപ്പോൾ അത്രത്തോളം നമുക്ക് ആ ഒരു കാഴ്ച നമുക്ക് പിന്നീട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് കൂടെ ആകുമ്പോൾ ഇപ്പോൾ പോലും ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച ഇത്രയും വീഡിയോ ഞാൻ ഒന്നുപോലും കണ്ടിട്ടില്ല യൂട്യൂബിൽ. അത് ഇനി വേണം എനിക്ക് കാണാൻ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ കുറേ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. അണ്ണൻ്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നോ? ആഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രത്തോളം അണ്ണനെ ഇഷ്ടമാകുമ്പോൾ അണ്ണൻ്റെ കൂടെ നമുക്കൊരു സിനിമയിൽ ചെറിയൊരു റോളാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം ഹാപ്പി ആയിരിക്കും. പക്ഷെ അണ്ണൻ സിനിമ വിട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും. പക്ഷേ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അണ്ണനെ ആ ഒരു സിനിമ തന്നെ മാറ്റിച്ചത്. അതായത് അണ്ണൻ്റെ ഒരു ജീവിതം ആണ് സിനിമ. ആ സിനിമയിൽ കൂടെയാണ് നമ്മൾ ഇപ്പം ഞാൻ പോലും അണ്ണനെ കാണുന്നത് സിനിമയിൽ കൂടെയാണ്. അപ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു അണ്ണൻ്റെ ഒരു ഡ്രീം അണ്ണൻ ആർക്ക് വേണ്ടി, നമ്മുടെ പാവപ്പെട്ടവരായ മക്കൾക്ക് വേണ്ടിയിട്ട് അതുവരെ ഉപേക്ഷിച്ചിട്ടാണ് മക്കളുടെ അടുത്ത് ഇറങ്ങി വരുന്നത്. അതായത് അണ്ണന് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. എനിക്കൊന്നും എണ്ണാൻ പോലും അറിയത്തില്ല. ആ അണ്ണന് ഇപ്പം നമ്മുടെ ഈ CM ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു 100ൽ ഒരു 10% പോലും ഇല്ല അണ്ണൻ്റെ സാലറി.
എന്നാൽ അതുപോലെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് മക്കൾക്ക് വേണ്ടി. കാരണം എൻ്റെ മക്കൾ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആർക്കറിയാം, അണ്ണനറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങി വരുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ കാണത്തില്ല. എല്ലാവരും രാഷ്ട്രീയത്തിൽ വരുന്ന അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവർ സമ്പാദിക്കുന്നു, അവർ പോകുന്നു. പക്ഷേ ഇതുപോലെ ഒരാൾ വന്നിട്ട് ഇപ്പോൾ 1 മാസം 1.5 മാസം ആവുന്നുള്ളൂ, അതിനുള്ളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ടും ആൾക്കാർ നെഗറ്റീവും പ്രശ്നങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അണ്ണൻ്റെ കുടുംബത്തിന് വേണ്ടി അണ്ണൻ ഇറങ്ങി വന്നേക്കുന്നതാണ്. അത് അത്രത്തോളം റിസ്ക്കും അത്രത്തോളം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് ആണെങ്കിലും ഇറങ്ങി വന്നപ്പോൾ. പിന്നെ ഇറങ്ങി വന്ന സമയത്ത് നിങ്ങളടുത്ത് ഇങ്ങനെ കൈ നല്ല 2 ഡയലോഗ് പറഞ്ഞല്ലേ നിങ്ങളോട് സ്നേഹത്തോട് കൂടി? എന്താ പറഞ്ഞത്? കണ്ടിപ്പാ മീറ്റ് പண்றோம். അതാ പറഞ്ഞല്ലേ? അതായത് നമുക്ക് ഇപ്പം എന്തായാലും ആൾ തിരക്കിലാണ്, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നേരിട്ട് കാണാം. അതിങ്ങോട്ട് കേട്ടപ്പോഴാണോ നിങ്ങൾ കരഞ്ഞത്? ഇവർ കരഞ്ഞറിഞ്ഞപ്പോഴായിരുന്നു അത് സാറ് വരുമ്പോ തന്നെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതെ. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ഐ കോണ്ടാക്ട് എൻ്റെ അടുത്തോട്ടാ. അത് ഞാൻ എങ്ങനെയല്ല അണ്ണൻ്റെ കണ്ണ് കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്. നേരിട്ട് എൻ്റെ കണ്ണിലോട്ട് തന്നെ ആ ഒരു പോയിന്റ് കിട്ടുമ്പോഴത്തേക്കും എന്ത് പറയണ്ട, ഒരു അക്ഷരം പോലും എനിക്ക് മിണ്ടായി. അത് ഇങ്ങനെ കൈ വരുന്ന സമയത്ത് ആദ്യത്തെ കൈ എനിക്ക് തൊടാൻ പറ്റിയില്ല. അത് ഇങ്ങനെ വന്നു, ആ സമയത്ത് ഞാൻ പുറകോട്ട് പോയി. എന്നിട്ട് രണ്ടാമത് പുറകിൽ നിന്ന് തന്നെ മറ്റേ പോലീസുകാർ ആരാന്നറിയത്തില്ല, കുറേ പേരുണ്ട്, മുമ്പിലോട്ട് തള്ളിയപ്പോഴാണ് എൻ്റെ കൈ പോലും ലാസ്റ്റ് പൊങ്ങി വരുന്നത്. അതായത് എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഇരിപ്പുണ്ട്. അതായത് നമുക്കിപ്പോൾ ക്യാമറ എൻ്റെ കയ്യിൽ അണ്ണനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ക്ലിപ്പിൽ ഇരിക്കുമല്ലോ, അങ്ങനെ എൻ്റെ കയ്യിൽ നമ്മുടെ വ്ളോഗ് ഇടുന്നതിൻ്റെ ക്യാമറ, ഓളുടെ കയ്യിലാണെങ്കിൽ എൻ്റെ ഫോണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ക്യാമറ പോലും അണ്ണൻ ഇറങ്ങി വരുന്ന തൊട്ടടുത്ത് എത്തുമ്പോഴേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വരെ താഴെ വന്നു. മനസ്സിലാവുന്നുണ്ട്. അത് ഞാൻ മറ്റേ വ്ളോഗിൻ്റെ വീഡിയോ ചെയ്താലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ജയിലിൽ പോയാലും കുഴപ്പമില്ല, നീ ഇത് എടുത്തോ, ഞാനും നിൻ്റെ കൂടെ വരുമല്ലോ. കാരണം എന്തായാലും അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് 100% അറിയാം, നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരാളോട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ തൊട്ടടുത്തൊരു സ്പെൻഡ് കിട്ടിയെന്നെങ്കിലും, അല്ലെങ്കിൽ അണ്ണനൊന്ന് നോക്കിയതൊരു ആ ഒരു കാഴ്ച ഉള്ളിൽ നിന്നെങ്കിലും നമുക്ക് കിട്ടും. എല്ലാവരും നോക്കുന്ന പോലെ നമ്മളെ നോക്കുക, ആ ഒരു കാഴ്ച നമുക്ക് നേരെ കിട്ടും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും ഫോൺ താക്കല്ല. അതായത് ഓള് ഞാൻ കരയുന്നത് പോലും വീഡിയോ എടുത്തിട്ടില്ല. ഞാനത് പറഞ്ഞതിൻ്റെ പേരിൽ ഓള് അണ്ണനെ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ഒരു കൈ എൻ്റെ മേത്തുണ്ട്, കരയില്ലെന്ന്. എന്നിട്ട് ആ ഫോൺ ഓള് അണ്ണനെ തന്നെ അതായത് ഓള് ഇതുപോലെ അണ്ണൻ നമ്മളോട് പറയുന്നുണ്ട് മീറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഓള് താങ്ക്സ് പറയുന്നുണ്ട്. കറക്റ്റ് സമയത്ത് അണ്ണൻ നോക്കുന്നൊരു നോട്ടമാണ് നമ്മുടെ ആ ഒരു തംബ്നെയിൽ. അത് ശരിക്കും നമ്മളെ നോക്കിയ പോലല്ലേ. ഇത് ഞാൻ കണ്ടു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടില്ല അല്ലേ? പേടിച്ചിട്ട്. പിന്നെ നിങ്ങൾ ഇനിയിപ്പം ആള് തിരക്കൊക്കെ ഒഴിഞ്ഞാൽ കാണാൻ എന്തെങ്കിലും? അത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം 1 ദിവസം കൂടെ എക്സ്ട്രാ നിന്നത് ഞാൻ അതിൻ്റെ പേരിൽ. അതായത് ഇപ്പോൾ നമ്മുടെ ബുസിയാന സാറിനെ ഒന്നും കൂടെ മീറ്റ് ചെയ്താൽ അപ്പോയിൻമെൻറ്റോ ഇല്ലെങ്കിൽ ഡേറ്റോ ഇല്ലെങ്കിൽ അണ്ണൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്കിലും നമ്മുടെ ചെവിയിലെത്തുമല്ലോ. അപ്പോൾ നമ്മൾ നിൽക്കണോ പോകണോ എന്നൊരു ഇതുമുണ്ട്. കൂടെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ സിറ്റുവേഷൻ നമുക്കേ അറിയത്തുള്ളൂ. അപ്പം ഞാനങ്ങനെ 1 ദിവസം സെക്രട്ടേറിയറ്റിലോട്ട് തന്നെ പോയി. അത് അണ്ണനെ കണ്ടതിൻ്റെ തലേ ദിവസം. ഇനി നമുക്ക് വേറെ ആരെയും പോയി കണ്ടിട്ട് കാര്യമില്ല, നേരെ അവിടെ പോയാലേ എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കിയിട്ട് നമ്മളെ വിടത്തില്ല. ബാക്കി എല്ലാരും വരുന്ന ആൾക്കാരെല്ലാം കയറ്റി വിടുന്നുണ്ട്, ഞങ്ങളെ മാത്രം പോലീസുകാർ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാൻ അതേ ബ്ലോക്ക് ചെയ്യുന്ന എനിക്കറിയാം, എന്നാലും നമ്മുടെ ഒരു വിഷയം അവിടെ എത്തും. നമ്മൾ വന്നെന്നൊരു കാര്യം ക്യാമറയിൽ കൂടെ എല്ലാവരും കാണുന്നുണ്ട്. അവിടെയുള്ള സകല ആൾക്കാർക്ക് അണ്ണനെ ഇതുപോലെ ഇറങ്ങി വന്ന് കണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു സംഭവം അവിടെ മൊത്തത്തിൽ സ്പ്രെഡായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്താൽ ഇതുപോലെ ആനസാറിനോ അല്ലെങ്കിൽ ഒരാൾ അവിടെ നിന്ന് താഴത്തോട്ട് ഇൻഫർമേഷൻ തന്നാലും മതി, ഇന്ന ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളാവും അല്ലെങ്കിൽ അണ്ണൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ അവിടം വരെ പോയി. എന്നിട്ട് 5 മണി വരെ അവിടെ നിന്നു. അതിൻ്റെ ഇടയിൽ അണ്ണൻ 3 മണി 3:30 ടൈമിൽ അണ്ണൻ പുറത്തേക്ക് പോവുക. ആ സമയത്ത് നമ്മൾ ഉള്ളിലായിപ്പോയി, അതായത് ബാരിക്കേഡിൻ്റെ ഉള്ളിൽ. പുറത്തേക്ക് പോവാം, പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ പുറകിയത് പോലീസുകാർ പിടിച്ചു വെച്ച്, നമ്മുടെ ബാഗിൽ പിടിച്ചു വെച്ച്. അതായത് പോകുന്നൊരു ഞാൻ ഇങ്ങനെ വണ്ടി, നമ്മുടെ അണ്ണൻ്റെ വണ്ടി കാണുമ്പോൾ അറിയാം, മുമ്പിൽ എസ്കോട്ടായിട്ട് 3-4 വണ്ടികളുണ്ട്. ആ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് അണ്ണനാണെന്ന്. അപ്പം ഞാൻ അവിടെ പോയിട്ട് മൊത്തത്തിൽ 6 പ്രാവശ്യം അണ്ണനെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് 1 പ്രാവശ്യമാണ് മിന്നായം പോലെ ഒന്ന് കണ്ടത്, അതായത് മുഖം പോലും കണ്ടില്ല, ജസ്റ്റ് ഒരു
പിന്നെ അത് നമ്മൾ സെക്രട്ടേറിയറ്റ് ഉള്ളിൽ നമ്മുടെ ആനന്ദ് സാറിനെ കാണാൻ വേണ്ടി 15ന് നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ, ഞങ്ങൾ ചായ പിടിച്ചിട്ട് വരുമ്പോൾ കുറേ ആൾക്കാർ മുകളിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവരെന്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ നോക്കിയിരിക്കുന്നത് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് അണ്ണൻ ഇതുപോലെ പാസ് ചെയ്ത് പോകുന്നത്. വീഡിയോയിൽ കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവിടുന്ന് സ്റ്റെക്കായി. എന്ത് ഭംഗി കാണാൻ സാറിനെ. നമ്മൾ നേരിട്ട് ആദ്യമായിട്ട് നമ്മൾ സിനിമയിൽ മാത്രമല്ല കണ്ടുള്ളൂ. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരാള്. അതായത് ആ ഒരു ബാരിക്കാഡ് മാത്രമുള്ള നമ്മളും അണ്ണനും തമ്മിലുള്ള അത്ര ഒരു ഡിസ്റ്റൻസ് ഒരു 10 മീറ്റർ പോലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതാണ് എൻ്റെ കൈയെങ്കിൽ ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു ബാരിക്കാഡ്, അത്രേ ഉള്ളൂ. ഇത് ഞാനാണെങ്കിൽ ഇത് അണ്ണന്. അത്രത്തോളം അടുത്താണ് നമ്മൾ ആ ഒരു മൂമെൻറ്റ് ഉണ്ടായത്. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അന്നത്തെ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല, അത്രത്തോളം ക്ഷീണമുണ്ട്. അത് നമ്മൾ രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് നമ്മൾ അണ്ണനെ കാണാൻ വേണ്ടി മെറീന ബീച്ചിൽ നിന്ന് വരുന്നത്, ചായ പോലും കുടിക്കാതെ. നമ്മൾ പിറ്റേ ദിവസം ഉറങ്ങിയിട്ട് പോലും ഇല്ല. കാണാൻ പോയിട്ട് തൊടാൻ പറ്റിയല്ലേ, ടച്ച് ചെയ്യാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ. എനിക്ക് അതിനെക്കാട്ടും ഉപരി നമ്മൾ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഇറങ്ങി വന്നതാരാ? ഒരു CM, ഒരു നാടിൻ്റെ മുഴുവൻ രാജാവ്. ആ രാജാവ് വേണമെങ്കിൽ പ്രജകളെ വെച്ച് നമ്മളെ അങ്ങോട്ട് വരുത്തിച്ചാൽ മതി. ഇത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ എടുത്തിട്ട് വരുമ്പോൾ, അതും സത്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് അത് അണ്ണൻ്റെ പ്ലാനിങ് ആയിരുന്നു. വിജയിന്റെ സിനിമ വരുമ്പോ എല്ലാം തിയേറ്ററിൽ പോയി കാണാറുണ്ടോ? അങ്ങനെ ചോദിച്ചാല് കാണാനുള്ള സമയത്തല്ലേ കാണും. അതെന്താന്ന് വെച്ചാൽ അറിയോ? അതിന് പ്രധാന ഒരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ ഓളുടെ വീട്ടിൽ ഒരു 4 മക്കളാണ്, 4 പെൺമക്കളാണ്. അപ്പോൾ റുപ്പാന്ന് വെച്ചാൽ കടലിൽ പണിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായല്ലോ. അതായത് ഇവർ ആദ്യമായിട്ടാണ് ഓൾ എൻ്റെ കൂടെ പുറത്തേക്ക് തന്നെ വരുന്നത്. അതിൻ്റെ പേരിൽ വല്ല വിഷയങ്ങളുണ്ടായിരുന്നു? നമുക്ക് പുറത്തുനിന്നൊരു വിഷയം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടുകാർ ഫുള്ള് സപ്പോർട്ടായിരുന്നു. നമ്മൾ നടക്കുന്ന ഒരു സങ്കടം മാത്രമേ അവർക്കുള്ളൂ. കാരണം വെയിൽ, പ്രശ്നങ്ങൾ, കിടക്കാൻ, ഫുഡ്, വെള്ളം, ബാത്റൂം, അങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടുകാരെ സപ്പോർട്ട് മാത്രം മതിയല്ലോ, പുറമേയുള്ള ആരെന്ത് പറയാനും നമുക്ക് എന്താ അല്ലേ. ഇത് എൻ്റെ ഡ്രീമാണ്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പുറമേ നിന്ന് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും. അവരിങ്ങനെ കണ്ടുപിടിക്കും ഇതിൽ എന്താ നെഗറ്റീവ് പറയാ. ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ടതിൻ്റെ ഒരു മൂമെന്റ് നമ്മൾ ഇട്ടിട്ട് പോലും ചില ആൾക്കാർക്ക് അത് സത്യമാണോ കള്ളമാണോ എന്നൊരു ഇതുണ്ട്. പക്ഷേ നെഗറ്റീവ് ഉണ്ട്. എൻ്റെ പകുതി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു അങ്ങനെ ഒരു മൊമെന്റിൽ എത്തിയപ്പോൾ പിന്നെ ആളുകളൊക്കെ ഷോക്കായിട്ട് ഞെട്ടിയിട്ടുണ്ടാവും ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ. അപ്പൊ ആ നിമിഷം മുതൽ അവർ ചിന്തിക്കുന്നത് ഇനി എന്ത് നെഗറ്റീവ് പറയുന്നതായിരിക്കും, അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു. അതാണ് അത്. അതായത് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന നെഗറ്റീവ് ആൾക്കാർക്ക് നമ്മൾ കുറച്ചാൾ മുമ്പ് വൈഫിനെ കൊണ്ട് തന്നെ വൈഫിൻ്റെ ഒരു ഡയലോഗ് പറയിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സമയം അടുക്കാറാവും തോറും ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബോക്സിൽ കയറി നോക്കിയാൽ മതി, പിന്നെ അവൻ നാളെ തൊട്ട് വരില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മുടെ ഫോളോവേഴ്സ് ആണെങ്കിലും ഒത്തിരി പേര് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് കാണാത്ത രീതിയിലാക്കിയാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, അതായത് ഞങ്ങൾ പോകുന്ന ഓരോ മൂമെൻറ്റിലും ഞങ്ങൾ പറയുന്നത് എന്താണ്, ഇത് എൻ്റെ മാത്രമല്ല, ഞാൻ കാണുവാണെങ്കിൽ അത് ഞാൻ മുഖേന എല്ലാവരും കാണും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു മനസ്സിൽ തോന്നിയൊരു ഡയലോഗാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത് എല്ലാവർക്കും ഞാൻ കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാവർക്കും ഞാൻ ഇട്ടതിൻ്റെ മുന്നത്തെ ദിവസം തന്നെ എന്നെ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ കണ്ടു, നമ്മൾ ജയിച്ചു, അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അത് ഞാൻ മുഖേനയാന്ന് കൂടെ എനിക്ക് തോന്നുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടാവും. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലും അവരിതുപോലെ പോവല്ലേ, പോട്ടെ, നമുക്ക് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് എനിക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ആ ഒരു ട്വിസ്റ്റ് എനിക്ക് തന്നത് നമ്മുടെ CM വിജയ് ജോസഫ് അണ്ണനാണ് എനിക്ക് സല്യൂട്ട് പറയാനുള്ളത്. കാരണം ഇത് എൻ്റെ ലൈഫ് ലോങ്ങും അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ എനിക്കെടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ വളരെ മോശമായി, നിങ്ങൾക്ക് വിജയനെ കണ്ട ശേഷവും വളരെ മോശമായി കയറി കമൻറ്റ് ഇട്ട ഒരുപാട് ആളുകളുണ്ട്. അവരോട് നിങ്ങൾക്ക് എന്താ അവസാനമായി പറയുന്നത്? ഞങ്ങൾക്ക് സന്തോഷം മാത്രം, എന്ത് പറഞ്ഞാലും ഞങ്ങൾ കണ്ട്, അത്രേ ഉള്ളൂ. അതായത് എൻ്റെ മറ്റൊരു ഡയലോഗ് പറയും, നെഗറ്റീവ് പറഞ്ഞവരോടും പോസിറ്റീവ് പറഞ്ഞവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രം.
അതാണ് അല്ലേ? അതാണ് ആ ഒരു കമൻറ്റ് നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ കൊണ്ടുപോയപ്പോൾ അത് എല്ലാവർക്കും കൂടുതൽ, അതായത് നെഗറ്റീവ് ഇടുന്ന ആൾക്കാർക്ക് പോലും നമ്മളോടൊരു സ്നേഹം തോന്നി തുടങ്ങി. അതിനുശേഷം പിന്നെ അവർ തന്നെ പറഞ്ഞത് വേണ്ട, അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളത് പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ പറയണ്ട, നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലി അവർ അതിനുള്ള മറുപടി കൊടുത്തു. അത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ ചെയ്തും കൊടുത്തു. ഇപ്പൊ ഇവിടെ വന്ന് മാക്സിമം ഇത് നമ്മുടെ തൊപ്പി ഇതൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചേ. കാരണം നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. ട്രെയിനിന് നമ്മൾ അവിടെ നിന്ന് കയറുന്ന സമയത്ത് മൊത്തം ബായിമാരും നമുക്ക് ഇരിക്കാൻ പോലും ഞാൻ നമ്മളെ നിരത്തില്ലേ, അതായത് ട്രെയിനിൻ്റെ 2 സീറ്റിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, അവിടെ ഇരുന്നാണ് ഞാൻ വന്നത്. അതിനുശേഷം ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി. അതായത് ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, അയാൾക്ക് കയ്യുമില്ല കണ്ണുമില്ല. അയാൾ ഇതുപോലെ വന്നിട്ട് ട്രെയിനിനകത്ത് ഒന്ന് ആലോചിക്കുക, ട്രെയിനിൻ്റെ ഉള്ളിൽ അദ്ദേഹം വന്നിട്ട് ഇരിക്കാനൊരു സ്പേസ് കൊടുത്തിട്ട് ഒരു മനുഷ്യനും കൊടുക്കുന്നില്ല. അതിനുശേഷം ആ ട്രെയിനിലുണ്ടായ 2 തമിഴന്മാർ, 2 അണ്ണന്മാർ, അവർക്ക് എനിക്ക് സല്യൂട്ടേ പറയാനുള്ളൂ. അയാളെ അവിടെ പിടിച്ചിരുത്തി, അതായത് ഇരുത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവൻ്റെ സീറ്റ് അവനെ എണീപ്പിച്ചിടുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരുത്തി. അതിന് ശേഷം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന കമ്പാർട്ട്മെൻറ്റ് പറയും, അവൻ നീങ്ങിയില്ലേ അവനെ തന്തയ്ക്കും വിളിക്കും തള്ളയ്ക്കും പിടിക്കും അടിയും കൊടുക്കും. അത് സത്യം പറയാൻ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം ആൾക്കാർ നിലത്ത് കിടക്കുകയാണ്. അതായത് കൊച്ചു മക്കൾ വരെ കയ്യിൽ പിടിച്ച് നിലത്ത് കിടക്കണം, അമ്മമാർ വരെ. എന്നിട്ട് ഒരു മുകളിലുള്ളവർ നീങ്ങുന്നില്ല, സൈഡിൽ സീറ്റുള്ളവർ നീങ്ങുന്നില്ല. ഒന്ന് നീങ്ങി കൊടുത്താൽ അവരിയ്ക്കും. പക്ഷേ ഇവർ വന്നത് ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അത്രത്തോളം ഞാൻ അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ എന്ന്. ഇത് ഞങ്ങളുടെ തമിഴ്നാടാണ്, ഇവിടെ ഇനി തൊട്ട് ഇതേ നടക്കുകയുള്ളൂ. ഇവിടെ ഒരു ഭായിമാരും ഒരുത്തിനും ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിനക്ക് ഇവിടെ നീ ഇരിക്കാൻ പറ്റത്തില്ല, നിന്നെ എപ്പോഴും എടുത്ത് വലിച്ചെറിയും. മൊത്തം കമ്പാർട്ട്മെൻറ്റ് അവരുണ്ടായിരുന്ന ആ ഒരു കോച്ച് മുഴുവൻ അവരെന്ത് ചെയ്തത് 3 വട്ടം, 1 വട്ടമല്ല 3 വട്ടം അവരതിനകത്ത് കൂടെ. വിജയനെ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് സഹകരിക്കുമോ നിങ്ങൾ? എനിക്ക് സഹകരിക്കാൻ എനിക്ക് 100% ആഗ്രഹമുണ്ട്. കുറേ പേര് എന്നെ വിളിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് നമ്മുടെ കേരളത്തിലോട്ട് വരാത്ത പക്ഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ടി വിക്കടെ മെയിനായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവർ മുഖേന ഒരു കോണ്ടാക്റ്റ് കിട്ടാതെ എനിക്ക് ഈ ഒരു പ്രവർത്തനം ആയിക്കോട്ടെ മറ്റെന്ത് കാര്യം ആയിക്കോട്ടെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ ഇറങ്ങണമെന്നൊരു കോൾ വന്നാൽ അന്ന് ഞാൻ ഇറങ്ങും. കാരണം മക്കൾക്ക് നല്ലത് കിട്ടും, അത് മതി എനിക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് അല്ല. അതായത് ഇതുപോലെ അണ്ണൻ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എലക്ഷൻ ജയിച്ചു, പക്ഷെ അണ്ണന് ഇരിക്കാനുള്ള അവസരം ഇല്ല. അത്രത്തോളം പുറകിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അണ്ണന് തൊട്ട് മുമ്പിൽ അടിച്ചത് അതെല്ലാവർക്കും അറിയാം. അതായത് പല രീതിയിലുള്ള, അത് അണ്ണൻ്റെ വൈഫ് പോലും ഇപ്പോൾ കൂടെ ഇല്ല, സ്വന്തം മകൻ പോലും കൂടെ ഇല്ല. ആ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്നത് മുഴുവനും എതിർ പാർട്ടിക്കാരും എതിരെ നിൽക്കുന്ന ആൾക്കാരുടെ കുതന്ത്രങ്ങളാണ്. അപ്പോൾ അത്രത്തോളം ഒരു മൂമെൻറ്റിലാണ് ഞങ്ങൾ പോലും ഇറങ്ങുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞ് എടി ഞാൻ ഇതുപോലെ പോവാണ്, എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞാണ് ഞാൻ ഇറങ്ങുവാണ്, ഇനി നമുക്ക് തന്നെ നാളെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, പിന്നെ അതിൻ്റെ പുറകെ പോകും, പിന്നെ ഈ ഒരു ഡ്രീം അങ്ങനെയാവും. അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ്, കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ വൈഫിനോടൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്.